ഗഡികളെ ഈ കോഴിനെ തളച്ചവടത്തിലെത്തി മുക്കി പിടിച്ചാൽ നിങ്ങൾക്ക് ഈ വ്ളോഗ് മനസ്സിലാവും. രാവിലെ തന്നെ കിളിയും പോയി ഞാൻ നോക്കിക്കണ്ട് വേറൊന്നുമല്ല. വല്യപ്പന അതിഗംഭീരമായ കോഴിപ്പിടുത്തം കാണാനാണ് ഞാൻ എനിക്ക് കോഴിന്റെ പേരാണ കാര്യം വല്യപ്പന അറിയണ്ടായില്ല. വല്യപ്പൻ വലിച്ചു മുറുക്കി നമ്മുടെ കോഴിയുടെ കാലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ കോഴി ഒന്നും പറഞ്ഞു പോകാൻ പാടില്ല. ഞങ്ങൾ ഇത്തിരി ഫാമിലി ആയിട്ട് എടപ്പള്ളിക്ക് ഒരു യാത്ര തുടങ്ങാൻ വേണ്ടി നോക്കിക്കായിരുന്നു. നമ്മുടെ ഈ എടപ്പള്ളിക്കുള്ള റോഡ് ഫുള്ള് പണിയിലാണ്. അതുകൊണ്ട് തന്നെ ലേശം ബ്ലോക്ക്. നമ്മൾ എത്തിയപ്പോ തന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പൊ തന്നെ നമ്മൾ വേഗം അടുപ്പ് നോക്കി നമ്മുടെ സാധനമല്ല. നമ്മളവിടെ എത്തിയപ്പോ തന്നെ കുറെ ന്യൂസ് ചാനലുകാർ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ആരൊക്കെയോ എത്തിയിട്ടുണ്ട്. അവർക്ക് കഴിക്കാനുള്ള ചിക്കൻ കറിട്ട് അവിടെ തളച്ചോണ്ടിരിക്കണം. എടപ്പള്ളി നേരച്ചാണ്ട് ഈ കോഴി നേരച്ച. അതുകൊണ്ട് തന്നെ നമ്മള് വേഗം തന്നെ നമ്മുടെ കോഴിനെ തളച്ച വെള്ളത്തിൽ മുക്കി പിടിക്കുന്നുണ്ട്. കോഴിനെ കണ്ട് പാവുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നേരച്ചായി പോയില്ലേ. ഈ കൊല്ലുമ്പോൾ വിഷമാർക്ക് തിന്നുമ്പോ കാണാനില്ല കേട്ടോ. കോഴിയുടെ തൂല് പെട്ടെന്ന് കളയാനായിട്ട് ഇവിടെ ലേറ്റർ കൊണ്ടുവന്നുണ്ട്. നമ്മുടെ അച്ഛനും കുഞ്ഞുമാരുടെ ഫുള്ള് തീറ്റാട്ടാ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കോഴിക്കൂട്ടൻ അവിടെ പീസ് ആയിട്ട് അരിഞ്ഞു. കോഴിക്കറി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തീറ്റ അടക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു സമാധാനമാണ്. അങ്ങനെ അത് തിന്ന് കഴിഞ്ഞ സന്തോഷത്തിന് ഞങ്ങൾ അടുത്ത് സ്പ്രൈറ്റ് വാങ്ങിട്ട് ഞങ്ങളുടെ മുതലാളി പിന്നെ ഞങ്ങൾ നടന്നു പോകാം. കണ്ടില്ലേ സ്പ്രൈറ്റ് വാങ്ങിയാന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് ഐസ്ക്രീം കൂടി വാങ്ങി. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ നേരെ പള്ളിയിൽ പോയപ്പോഴാണ് നല്ലൊരു മഴക്കാരാണ്. എടപ്പള്ളി പെരുന്നാളെന്നൊക്കെ പറഞ്ഞ ഒരു എക്സിബിഷൻ പോലെയാണ്. കാരണം പള്ളി കോമ്പൗണ്ട് ഫുള്ള് കടകളായിരിക്കും. അതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് എന്താ മഴ പെയ്യാത്ത ഞങ്ങൾ ആലോചിച്ചോണ്ടിരുന്നത്. അപ്പൊ തന്നെ മഴ പെയ്യും ചെയ്തു. ഇതുപോലത്തെ നന്മവരങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ എന്തോരം വെള്ളം ഉണ്ടായാൽ അവിടുത്തെ എല്ലാ അടുപ്പിച്ചും പോക്കടിച്ച് നമ്മുടെ കുഞ്ഞുമരത്തിന്റെ കണ്ണൊക്കെ ബൾബായിരിക്കണം കണ്ടില്ല. ഞങ്ങളുടെ തൊട്ടപ്പുറത്തേക്കും ചേട്ടന്മാര് 2 കോഴിനൊക്കെ വെച്ച് പടക്കണം. അവിടെ വെച്ച് നമ്മുടെ ചേർപ്പ് പ്രസിഡന്റ് നമ്മളെല്ലാരും കണ്ടുമുട്ടി. നമ്മൾ ആദ്യം കണ്ട തിരക്കല്ലാട്ട് ഇപ്പൊ നിറച്ച ആൾക്കാർ. നമ്മുടെ വിശപ്പ് അങ്ങോട്ട് മൂത്ത് കയറുമ്പോ നമ്മുടെ ഇവിടെ മാജിക് കാണിക്കുന്നുണ്ട്. ചിക്കൻ കറി ഇളക്കണ കാര്യം എന്റെ അപ്പനായിട്ടുണ്ട്. കുറെ നേരമായിട്ട് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് വേണമായില്ലേ. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വായിക്കിട്ട് നോക്കിയത് ഭാഗ്യണ്ട് നാക്കൊന്നും കഴിഞ്ഞു പോയില്ലേ. അത് കഴിഞ്ഞപ്പോ നമ്മുടെ അടുത്ത് ഒരു അമ്മച്ചുണ്ട്. അമ്മച്ചിയുടെ കുറെ കൂട്ടുകളിലിട്ടുണ്ട്. അറിയുന്ന വേറെ ലെവൽ. ഇപ്പൊ എന്തായാലും ആവട്ടെ എന്ന് പറഞ്ഞാൽ വേവാത്ത ചിക്കൻ എടുത്ത് കഴിച്ചു. അങ്ങനെയല്ല വേവൊക്കെ ഉണ്ട്. അമ്മാല് ഞങ്ങൾ പെട്ട സംഭവത്തിന് വേവ് ഓർമ്മയില്ല. സംഗതി അടിപൊളിയാണ്. നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ വേഗം തന്നെ അടിച്ചു. അങ്ങനെ അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ എല്ലാ സാധനം പറക്കി ഞങ്ങൾ നേരെ പള്ളിത്തെ പെരുന്നാൾ ഇത്തിരി ദിവസമായിട്ട് കഴിഞ്ഞോണ്ട് ഞങ്ങൾക്ക് അതിന്റെ ലേറ്റ് കാണാൻ പറ്റിട്ടാ. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഇത്രയും വലിയ വരി കാണുന്നത്. ഈ വരി നിൽക്കണത് നമ്മുടെ പുണ്യാളിനെ കാണാനാട്ടാ. പുണ്യാളുടെ മേത്തിറങ്ങുന്ന മൊത്തം സ്വർണ്ണം ഞാൻ ഇപ്പോഴായിട്ട് അറിയാം. പള്ളിത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ. അങ്ങനെ കൂട്ടുകാരന്മാരെ വീഡിയോ കോളും ചെയ്ത് ഞങ്ങൾ പോണ കൂട്ടുകാരൻ ഡാൻസും കണ്ട് ഇവനേതോ കട്ടായ പോലെ കളിക്കും ചെയ്യുന്നുണ്ട്. എന്തായാലും ആവട്ടെ ഈ വണ്ടിയുടെ സെറ്റപ്പ് കണ്ടില്ലേ. ലേസറൊക്കെ അങ്ങോട്ട് കുളിപ്പിക്കാണ്. അപ്പൊ അടുത്ത വ്ളോഗ് കാണാമെന്ന പ്രതീക്ഷയിൽ ഞാൻ പോട്ടെ കളികളെ. ബൈ.